ഹലോ എവരി വൺ, ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ലിസ്റ്റിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ത്യ ടെസ്റ്റഡ് ഫ്രം US സാങ്ഷൻ ടു വൺ സൈഡഡ് ട്രീറ്റ് ഡീൽ. ഓക്കെ, ഇന്ത്യ US ബന്ധപ്പെട്ടുള്ള 2-3 ദിവസങ്ങൾ സ്ഥിരമായിട്ട് കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ലേബർ കോഡ് റീഡിംഗ് വേജസ് എംപവർ ദ വർക്കേഴ്സ് നടന്ന റീസെന്റ് നമ്മൾ ലേബർ കോഡ് കോഡിഫൈ ചെയ്ത 5-6 വർഷങ്ങൾക്ക് മുന്നേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണിത്. അടുത്തത് ഓവർ ഡ്യൂ അപ്ഡേറ്റ് ദ ന്യൂ CPI സീരീസ് ആൻഡ് എയ്ഡ് പോളിസി മേക്കേഴ്സ് ആൻഡ് ബോൾസ്റ്റർ ഡാറ്റ സബ്മിറ്റ്. അതായത് റീസെന്റ് നടന്ന CPI ചേഞ്ച് ബേസ് ഇയറിന് മാറ്റം വന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾ 2-3 ദിവസങ്ങളിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിളാണ് വീണ്ടും മൂന്നാമത്തെ ന്യൂസ് ആർട്ടിക്കിൾ. അടുത്തത് അഡിസീവ് മാൻഡേറ്റ് ഇന്ത്യ ബംഗ്ലാദേശ് ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു റീസെറ്റ് ടൈ വിത്ത് ദി ഡിഫീറ്റ് ഓഫ് ജമാഅത്ത്. ഓക്കെ, റീസെന്റ് ഒരു ഇലക്ഷൻ നടന്നിരുന്നു ബംഗ്ലാദേശിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു പാർട്ടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ റിലേഷൻ, ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ് നാലാമത്തെ ന്യൂസ് ആർട്ടിക്കിൾ ഇന്ത്യ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 5-ാമത്തെ ന്യൂസ് ആർട്ടിക്കിൾ VBG റാംജി എ പോളിസി ഷിഫ്റ്റ് മീറ്റ് റൂറൽ റിയാലിറ്റീസ്. മൻരേഗയുടെ പേര് മാറ്റിയിരുന്നു. VBG റാം എന്ന പുതിയ പേരിലാണ് മൻരേഗ മാറിയിരിക്കുന്നത്. അപ്പോൾ കുറെ ഫീച്ചേഴ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതും ഇന്ത്യൻ വർക്കേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടുള്ള റിലേഷനെ പറ്റിയാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ദക്ഷിണ ലേണിംഗ്സിന്റെ PCM ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ലേണിംഗ്സ് ആണ് ഇതിൽ എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ PCM ബാച്ചിലോട്ട് ചേരുന്നത് നിങ്ങൾ ഏറ്റവും നല്ല ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺസെഷൻ കിട്ടണമെങ്കിൽ, ഫീ കൺസെഷൻ കിട്ടുകയാണെങ്കിൽ RK456 എന്ന കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിനുശേഷം നമുക്ക് ന്യൂസ് ആർട്ടിക്കിലോട്ട് കടക്കാം. ഇന്ത്യ ടെസ്റ്റ് ഫ്രം US സാങ്ഷൻ ടു വൺ സൈഡഡ് ട്രേഡ് ഡീൽ. ഓക്കെ, നമ്മൾ ഇന്നലത്തെ ന്യൂസ് ആർട്ടിക്കിൾ ഇതിനെ പറ്റിയുള്ള ചർച്ചയുണ്ടായിരുന്നു. ഇന്നും ഇതിനെ പറ്റിയുള്ള ന്യൂസ് ആർട്ടിക്കിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, എന്താണ് ഇന്ത്യ US ബന്ധപ്പെട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളിൽ ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്? ഓക്കെ, ഇന്ത്യ ഫോളോ എ സ്ട്രാറ്റജിക് ഓട്ടോണമി. ഒബ്വിയസ്ലി സ്ഥിരം ന്യൂസ് ആർട്ടിക്കിൾ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി, നോട്ട് ഫോർമൽ അലയൻസ് പൊളിറ്റിക്സ്. ഓക്കെ, നമ്മൾ US ബേസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും അതൊക്കെ അലൈ ബേസ്ഡാണ്. ഓക്കെ, അലൈസ്. ഓക്കെ, ഇന്ത്യ ആ അലൈസ് എന്തിൽ വിശ്വസിക്കുന്നില്ല, അലൈ പോളിസിയിൽ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഇന്ത്യ എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? സ്ട്രാറ്റജിക് ഓട്ടോണമിയിലാണ്. അത് നാഷണൽ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാഷണൽ ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ ടേബിളിൽ എന്നും ഡിസ്കസ് ചെയ്യുന്നത്, റാദർ ദാൻ അലൈ സിസ്റ്റം. ഓക്കെ, നമ്മൾ ഒരു രാജ്യത്തിന്റെയും അലയല്ല. ഓക്കെ, വി ആർ നോട്ട് ആൻ അലൈ ഓഫ് എനി കൺട്രി. ഓക്കെ, വി ആർ അലൈ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താണ്, ഒരു ഡിപ്പെൻഡൻസി. ഒരു രാജ്യം മെയിൻ ആയിട്ട് രാജ്യം നിൽക്കുമ്പോൾ അതിന്റെ സബ്സിഡറി സാറ്റലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കൺട്രീസിനെയാണ് അലൈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യ അതിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ എന്നും ഫോളോ ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. ഏത് ഡിസ്കഷനും ഏത് ട്രേഡ് ഡീലാണെങ്കിലും നമ്മൾ എന്ത് എപ്പോഴും അപ്ഹോൾഡ് ചെയ്യും, സ്ട്രാറ്റജിക് ഓട്ടോണമിയെ അപ്ഹോൾഡ് ചെയ്യും. പക്ഷേ റീസെന്റ് നടക്കുന്ന പല ഇനീഷ്യേറ്റീവ്, ഫോർ ഇൻസ്റ്റൻസ് ട്രേഡ് ഡീൽ ആവട്ടെ, നമ്മൾ ഇന്റർനാഷണൽ അറേനയിൽ പ്രഷേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ആവുന്നുണ്ട്. ഇന്ത്യ പണ്ട കോണ്ടസ്റ്റിലും എന്താവുന്നുണ്ട്, പ്രഷേർഡ് ആവുന്നുണ്ട്. ഈ സിറ്റുവേഷനിലെല്ലാം നമ്മൾ കാറ്റർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ പ്രശ്നമായി വരുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയുള്ള നെഗറ്റീവ് ഷെയ്ഡും നമുക്ക് പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്താണ്, ഇപ്പോൾ നമ്മൾ നടക്കുന്ന ട്രേഡ് ഡീലിലെല്ലാം പ്രാഗ്മാറ്റിക് അപ്രോച്ച് എന്തായിരിക്കണം എന്നതിനെ പറ്റിയാണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് കേസാണ് പ്രഷർ ഡിപ്ലോമസി. ഒബ്വിയസ്ലി നമുക്ക് കൃത്യമായിട്ട് അറിയാം, റീസെന്റ് നമ്മൾ ടേബിളിൽ US ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ഡീൽ നടത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രഷേഴ്സ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ എനർജി സെക്യൂരിറ്റി. ഓക്കെ, എനർജി സെക്യൂരിറ്റിനെ പറ്റി ബാധിക്കുന്ന കുറെ ട്രേഡ് ഡീൽസ് നെഗോസിയേഷൻ നമുക്ക് നടത്തേണ്ടി വന്നു. അതായത് നമ്മൾ കൂടുതൽ 70% ഓഫ് എനർജി ഇമ്പോർട്ടാണ് നടത്തുന്ന ഒരു രാജ്യമാണ്. അത് ഹൈലി വി ആർ ഡിപ്പെൻഡിങ് അപ്പോൺ റഷ്യൻ ഓയിലാണ് കൂടുതലായിട്ട്. അത് കാരണം സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റ് സിൻസ് 2022 ശേഷം, റഷ്യ യുക്രൈൻ വാറിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ സബ്സിഡൈസ് ആയിട്ടുള്ള റേറ്റിലാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സബ്സിഡൈസ് ഓയിൽ മേടിക്കാൻ പാടില്ല എന്നുള്ള ഒരു പ്രഷർ ഡിപ്ലോമസി ആര് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്? USA കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓവർ ഇന്ത്യ. ഓക്കെ, ഇങ്ങനെ പ്രഷർ ചെയ്തിട്ടാണ് USA നമ്മളെ എന്ത് ചെയ്ത് ട്രേഡിംഗ് ടേബിളിലോട്ട് നമ്മളെ നെഗോഷിയേഷനിലോട്ട് എത്തിക്കുന്നത്. അതായത് US നിന്നുള്ള ട്രേഡ് ബാരിയർ അല്ലെങ്കിൽ ട്രേഡ് ടാരിഫ് റീസെന്റ് ട്രംപ് 25% 50% ഒക്കെ ആക്കി ഉയർത്തിയിരുന്നു. റീസെന്റ് അത് റെഡ്യൂസ് ചെയ്ത് 18% മാറ്റിയിരുന്നു. ഓക്കെ, പിന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് 0% മാറ്റിയിരുന്നു. ടെക്സ്റ്റൈൽ പെർസെന്റേജ് നമ്മൾ എന്താണ് 0% ആണ്. ഇവിടുന്ന് ഒരു ടെക്സ്റ്റൈൽ US കോട്ടൺ ഉപയോഗിച്ചാൽ, US എന്നുള്ള ഇമ്പോർട്ട് കോട്ടൺ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ടെക്സ്റ്റൈൽ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ US മാർക്കറ്റിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് വരുന്നുണ്ട്, കണ്ടീഷണൽ ആയിട്ടുള്ള പ്രിഫറൻഷ്യൽ സ്റ്റാറ്റസ് കൊടുത്ത് 0% ടാരിഫ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ ട്രേഡ് ഡീൽ നടത്താൻ വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് എന്തായിരിക്കും? എനർജി ഡിപ്പെൻഡൻസിയാണ്. നമ്മളെ റഷ്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ഓയിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. നമ്മൾ മറിച്ച് വെനിസ്വേലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നോ എന്ത് ചെയ്യണം, മേടിക്കണം എന്നുള്ള പ്രഷർ സ്ട്രാറ്റജിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
അടുത്തത് റഷ്യ യുക്രൈൻ വാർ ഫോർ ബാലൻസിങ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് വെസ്റ്റ്. ഒബ്വിയസ്ലി നമുക്ക് ഒരു സ്റ്റാൻഡും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. വി ടുക്ക് എ ന്യൂട്രൽ സ്റ്റാൻഡ്. ഓക്കെ, റഷ്യയായിട്ടും US ആയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് അടുക്കുന്നില്ല. ഒബ്വിയസ്ലി റഷ്യയിലോട്ട് കൂടുതൽ ചായ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്താണ്, ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് ഡിപ്ലോമാറ്റിക് അറേനയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്ന സ്റ്റാൻഡ്. വി ആൾവേസ് സപ്പോർട്ട് സ്ട്രാറ്റജിക് ഓട്ടോണമി. അടുത്ത് ഇന്ത്യ റെഫ്യൂസ് ടു കണ്ടം റഷ്യ ഇൻ യുണൈറ്റഡ് നേഷൻ വോട്ട്. ഓക്കെ, റഷ്യയുമായി ബന്ധപ്പെട്ടുള്ള വോട്ടിംഗ്സിലൊക്കെ ഒട്ടുമിക്ക കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വോട്ട് ചെയ്യാതെ കണ്ടം ചെയ്യുന്ന രീതിയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഓക്കെ, അടുത്ത ഡിസ്കൗണ്ടഡ് റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ഇൻക്രീസസ് ആഫ്റ്റർ 2022 വാർ. 2022 വാറിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള റഷ്യൻ ഓയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ എനർജി ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ റഷ്യൻ ഓയിലാണ്. ഓക്കെ, നമുക്ക് ഫോർ ഇൻസ്റ്റൻസ് ബാക്കിയുള്ള ആ സമയങ്ങളിൽ 2022 സമയത്ത് നമുക്ക് ഇറാനിയൻ ഓയിൽ കിട്ടുമായിരുന്നു. പക്ഷേ ഇറാനിയൻ ഓയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ USA എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടുകളിട്ടുണ്ട്. ഇവിടെ നിന്നും മേടിക്കരുത് എന്നുള്ള നമ്മളോട് സാങ്ഷൻസ് അല്ലെങ്കിൽ മേടിച്ചു കഴിഞ്ഞാൽ സാങ്ഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള ത്രെട്ടൺ US-ന്റെ ടേബിളിൽ നിന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആകെ റിലേറ്റ് ചെയ്യാവുന്ന ആരായിരുന്നു, റഷ്യൻ ഓയിൽ ആയിരുന്നു. അപ്പോൾ റീസെന്റ് റഷ്യൻ ഓയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ കർബ് ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള സപ്ലൈ നമ്മൾ റെഡ്യൂസ് ചെയ്യണം എന്നുള്ള പ്രഷർ എവിടെ നിന്ന് വരുന്നുണ്ട്, US-ൽ നിന്നും വരുന്നുണ്ട്. എന്നാൽ മാത്രമേ ട്രേഡ് ഡീലിൽ നെഗോസിയേഷൻ പ്രൊവൈഡ് ചെയ്യപ്പെട്ടുള്ളൂ. ഓക്കെ, ഇതൊരു അസർട്ടീവ് സ്റ്റാൻഡ് ആണ്. ഓക്കെ, ഈ സ്റ്റാൻഡിനെ പറ്റിയാണ് ഈ പ്രഷർ ഡിപ്ലോമസി എന്ന ടേബിളിൽ നമ്മൾ ഈ ന്യൂസ് ആർട്ടിക്കിൾ സംസാരിക്കുന്നത്. അടുത്തത് ചാബഹാർ പോർട്ട്. ഒബ്വിയസ്ലി ഇറാനുമായി നടത്തുന്ന നമ്മളൊരു പോർട്ട് ആക്ടിവിറ്റീസ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, കർബ് ചെയ്യേണ്ടി വരിട്ട് ചാബഹാർ പോർട്ട്. ഓക്കെ, ഇതിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ്ലി ഹോൾട്ട് ആയി എന്നാണ് റീസെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കാണിക്കുന്നത്. ഓക്കെ, ഡാറ്റാസ് എല്ലാം റിലവന്റ് ആയി കാണിക്കുന്നത് എന്താണ്, ചാബഹാർ പോർട്ടിൽ നമ്മളെ ആക്ടിവിറ്റീസ്, ഇന്ത്യയും ഇറാനും നമ്മൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള പോർട്ട് കൺസ്ട്രക്ഷൻ ആയിരുന്നു ചാബഹാർ പോർട്ട്. ഇത് നമുക്ക് സെൻട്രൽ ഏഷ്യയിലോട്ടുള്ള ആക്സസിലോട്ടാണ് നമ്മൾ കാണിച്ചിരുന്നത്. പക്ഷേ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹാൾട്ട് ചെയ്യേണ്ടി വന്നിട്ടും. ഇറ്റ് ഈസ് ആൾസോ എന്തിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്, പ്രഷർ ഡിപ്ലോമസിയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്ലോബൽ അറേനയിൽ US എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ ഡിപ്ലോമസിയിലോട്ടാണ് നമ്മൾ നടത്തുന്നത്. ഇനി അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ബ്രിക്സ് ആൻഡ് ആൾസോ വർക്ക് വിത്ത് കോഡ്. ഒബ്വിയസ്ലി നമ്മൾ കോഡിന്റെ പാർട്ടാണ്. കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, USA ലെഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് കോഡ് എന്ന് പറഞ്ഞാൽ. ബ്രിക്സ് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇന്ത്യ ഒറിജിൻ ആയിട്ടുള്ള ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ആര് വരുന്നത്, ബ്രിക്സ് വരുന്നത്. അപ്പോൾ രണ്ട് ഗ്ലോബൽ അറേനയിൽ വരുന്ന രണ്ട് പാർട്ടീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി അപ്ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ അറേനയിൽ എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ട്രേഡ് നെഗോസിയേഷൻ ഓഫൻ അസിമെട്രിക്കൽ ഡ്യൂ ടു മാർക്കറ്റ് ആക്സസ് ഡിപെൻഡൻസി. ഒബ്വിയസ്ലി ട്രേഡ് നെഗോസിയേഷൻ, നമ്മൾ മാർക്കറ്റ് ആക്സസ് ഡിപെൻഡൻസി നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് നെഗോസിയേഷൻ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് US മാർക്കറ്റ്, US ഈസ് അവർ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ. അപ്പോൾ ഒബ്വിയസ്ലി അവിടെ നടക്കുമ്പോൾ ട്രേഡ് നെഗോസിയേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവരുമായിട്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അടുത്തത് സാങ്ഷൻ ജിയോ പൊളിറ്റിക്കൽ നൗ മേജർ ടൂൾ ഇന്റർനാഷണൽ റിലേഷൻ. ഓക്കെ, നമ്മൾ സാങ്ഷൻ ജിയോ പൊളിറ്റിക്സ് ആണ് റീസെന്റ് ആര് അസേർട്ട് ചെയ്യുന്നത്, US പോലുള്ള നേഷൻസ് എന്ത് ചെയ്യുന്നത്, അസേർട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ജിയോ പൊളിറ്റിക് അറേനയിൽ നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട്. അത് നമ്മുടെ റിലേഷൻ, ഇന്റർനാഷണൽ റിലേഷനും പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഒബ്വിയസ്ലി ഈ സാങ്ഷൻ അപ്രോച്ചുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ റിലേഷൻ എന്ത് ചെയ്യുന്നത്, റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല റഷ്യയുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് ഓയിൽ കർബ് നടത്തേണ്ടി വന്നു, ഓയിൽ ഇമ്പോർട്ടിന്റെ കർബ് നടത്തേണ്ടി വന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണ്, ഒരു സാങ്ഷൻ ബേസ്ഡ് ജിയോ പൊളിറ്റിക്സ് ആണ്. ആരാണ് കൂടുതൽ ഈ സാങ്ഷൻ ബേസ്ഡ് ജിയോ പൊളിറ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, USA പോലുള്ള രാജ്യങ്ങളാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എനർജി സെക്യൂരിറ്റി ഡ്രൈവ് ഫോറിൻ പോളിസി ചോയ്സസ്. ഒബ്വിയസ്ലി കുറെ കാലങ്ങളായിട്ട് നമുക്ക് ലാർജ് പോപ്പുലേഷൻ ആണ്, 140+ crores ഓഫ് ആൾക്കാർ നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനിലുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇവരെല്ലാം കേറ്റർ ചെയ്യുന്നത്, ഇവർക്കെല്ലാം എനർജി സെക്യൂരിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അപ്ഹോൾഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ടസിലിനെ പറ്റിയാണ് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഈ ന്യൂസ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ശ്രദ്ധിക്കണം, റീസെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ എൻകറേജിംഗ് ഓഫ് US കോട്ടൺ എക്സ്പോർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് ഓട്ടോണമിക്കെതിരെ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇന്റഗ്രേറ്റിംഗ് ഇന്ത്യ ടു അമേരിക്കൻ സപ്ലൈ ചെയിൻ ആണ്. അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. ഒബ്വിയസ്ലി ഇതേപോലെ ത്രട്ടൻ ഉണ്ടെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള ഗുണങ്ങളുണ്ട്. എന്താണ്, വി ഹാവ് ബീൻ പാർട്ട് ഓഫ് ദി അമേരിക്കൻ സപ്ലൈ ചെയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറും. ഓക്കെ, അപ്പോൾ വി ക്യാൻ ഡൈവേഴ്സിഫൈ അവർ സപ്ലൈ ചെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കും. മൂവിംഗ് ഇന്ത്യ ഫ്രം ടാരിഫ് പ്രൊട്ടക്ഷൻ ടു വാല്യൂ ആഡഡ് എക്സ്പോർട്ട് മോഡൽ. ഒബ്വിയസ്ലി നടന്ന US ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. നമ്മൾ വാല്യൂ ആഡഡ് എക്സ്പോർട്ട് മോഡലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാറുന്നത്. കാരണം എന്താണ്, നമുക്ക് ടെക്സ്റ്റൈൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് US-ലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ്. ഓക്കെ, വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ് എന്ത്, ടെക്സ്റ്റൈൽ. ഓക്കെ, നമ്മൾ റോ മെറ്റീരിയൽ അല്ല ട്രേഡ് ചെയ്യുന്നത്, നമ്മൾ US നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് റോ മെറ്റീരിയൽ ആണെങ്കിൽ പോലും, കോട്ടൺ പോലുള്ള റോ മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുന്ന സാധനം എന്താണ്, വാല്യൂ ആഡഡ് മെറ്റീരിയൽ ആണ്. ഇത് ഒബ്വിയസ്ലി നമ്മുടെ വാല്യൂ ആഡഡ് മാർക്കറ്റിനെ എന്ത് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. അഫക്റ്റിംഗ് ടെക്സ്റ്റൈൽ കോമ്പറ്റീവ്നെസ് വെച്ച് ബംഗ്ലാദേശ് ആൻഡ് വിയറ്റ്നാം. ഒബ്വിയസ്ലി നമുക്ക് ടെക്സ്റ്റൈൽ കോമ്പറ്റീവ്നെസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികമാണ്.
we are been approaching a pragmatic diplomacy. Obviously we should balance in between US and Russia പോലുള്ള allies എന്ന് നമ്മൾ പറയാറില്ല. ഓക്കെ, ഇതേപോലെ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പാർട്ട്നേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒരു പ്രാഗ്മാറ്റിക് ഡിപ്ലോമസിയാണ് നമ്മൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദർ ഇസ് ഒബ്വിയസ്ലി എ ടസൽ ഇൻ ബിറ്റ്വീൻ മോറൽ പൊസിഷൻ ആൻഡ് പ്രാഗ്മാറ്റിക് അപ്രോച്ച്. ഓക്കെ, നമ്മൾ മോറൽ പൊസിഷൻ നമ്മൾ അപ്ഹോൾഡ് ചെയ്യണം. അത് മാത്രമല്ല നമ്മൾ റിയാലിറ്റി, പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള റിയാലിറ്റി ബേസിലായിരിക്കും ഡിപ്ലോമസി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ഓവർ ഡ്യൂ അപ്ഗ്രേഡ്. ഓക്കെ, റീസെന്റ് നടന്ന CPI-യുമായി ബന്ധപ്പെട്ടുള്ള ചേഞ്ച്. ഓക്കെ, അതിനെ പറ്റിയാണ് ഈ ആർട്ടിക്കിൾ ചർച്ച ചെയ്യുന്നത്. 2012 ആയിരുന്നു റീസെന്റ് അതിന്റെ ബേസ് ഇയർ മാറ്റിയിട്ടുണ്ട്. 2024 എന്ത് ചെയ്തിട്ടുണ്ട്, അത് മാറ്റിയിട്ടുണ്ട്. അടുത്ത ബേസ് ഓൺ ദ ലേറ്റസ്റ്റ് കൺസംപ്ഷൻ ഡാറ്റ ഫ്രം ദി ഹൗസ് ഹോൾഡ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ. ഒബിയസ്ലി നമ്മൾ CPI-യുമായി ബന്ധപ്പെട്ടുള്ള ബേസ് ഇയർ മാറ്റുന്നതിനെ പറ്റിയുള്ള ഡാറ്റാസ് എല്ലാം നമ്മൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എവിടുന്നാണ്, ഹൗസ് ഹോൾഡ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേയുമായി ബന്ധപ്പെട്ടാണ്. NSO ആണ് ഇത് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആരാണ്? NSO ആണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ GDP കാൽക്കുലേഷനും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവേ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? ഇതേ NSO തന്നെയാണ്. ഓക്കെ, ഫൈൻ. ഇതിന്റെ ബേസ് 2024 മാറ്റുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ചേഞ്ചസ് എന്തായാലും ഇന്ത്യൻ എക്കണോമിയിൽ ബാധിക്കും. ഫോർ ഇൻസ്റ്റൻസ് നമ്മളെ പോളിസി ഫോർമുലേഷൻ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ആക്ടിവിറ്റീസിലെല്ലാം അല്ലെങ്കിൽ ആ തീരുമാനങ്ങളെല്ലാം ഈ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഈ ചേഞ്ച് ഭയങ്കരമായിട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരുത്തും എന്നത് സംശയമില്ല. കാരണം 2012 പറഞ്ഞ 10 decades ലൈക്ക് ഒരു 1 decade ബാക്കിലോട്ട് വരുന്ന ഒരു ഇയർ ആണ്. അപ്പോഴത്തെ ഒരു എക്കണോമിക് കണ്ടീഷൻ അല്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റിഫ്ലക്ട് സ്ട്രക്ചറൽ എക്കണോമിക് ചേഞ്ച്. ഒബിയസ്ലി നല്ല സ്ട്രക്ചർ ആയിട്ടുള്ള എക്കണോമിക് ചേഞ്ച് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ലൈക്ക് അർബനൈസേഷൻ, സർവീസ് ആൻഡ് യൂസേജ് ഓഫ് ദി ഡിജിറ്റൽ എക്കണോമി. ഫോർ ഇൻസ്റ്റൻസ് 10 കൊല്ലം മുന്നേ ഉള്ള സമയങ്ങളിലെല്ലാം UPI പേയ്മെന്റ് ഒക്കെ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രത്തോളം ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ആയിരിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ഡിജിറ്റൽ എക്കണോമി കൺസ്റ്റിറ്റ്യൂട്ട് ശേഷം നമുക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്യപ്പെട്ട ഒരു ഡിജിറ്റൽ വേൾഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ എക്കണോമി നമുക്ക് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻസ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന വലിയ സെക്ടർ ഓഫ് ആൾക്കാരുണ്ട്. ഓക്കെ, അത് മാത്രമല്ല സർവീസ്, ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഫോർ ഇൻസ്റ്റൻസ് ഫ്ലിപ്കാർട്ട് ഇതുപോലുള്ള കൾച്ചേഴ്സ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലറിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് വലിയ ഇൻഫോർമൽ സെക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഗിഗ് എക്കോണമി പോലെ സാധനം. ഓക്കെ, ഗിഗ് എക്കോണമി പോലെ സാധനം ഫ്ലറിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ എക്കണോമിക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കേറ്റർ ചെയ്യണമെങ്കിൽ, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന റിയൽ ഡാറ്റ നമുക്ക് മോണിറ്ററി പോളിസിയിലോ അല്ലെങ്കിൽ റിയൽ ടൈം പോളിസിയിൽ ഫ്രെയിംവർക്കിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബേസ് ഇയർ എന്ത് ചെയ്യണം, മാറ്റേണ്ടിയിരിക്കണം. 2012 കണ്ടീഷനിലായിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ പോളിസി ഫോർമുലേഷൻ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ബേസ് ഇയർ മാറ്റിയിരിക്കുന്നത്. എന്തിന്റെ ബേസിലാണ്? ഹൗസ് ഹോൾഡ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചറിന്റെ പുറത്ത് 2024 ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാം. ഇൻഫ്ലേഷൻ മെഷർ നൗ ക്ലോസർ ടു ദ റിയൽ ലൈഫ് സ്പെൻഡിങ്. ഒബ്വിയസ്ലി നമുക്കറിയാം, നമ്മൾ നേരത്തെ ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിരുന്നു. ഓക്കെ, ഇൻഫ്ലേഷൻ മെഷർ ഇനി കുറച്ചുകൂടി എന്തായിരിക്കും, ഞാൻ പറഞ്ഞു ഈ സർവേ ബേസിൽ തന്നെയായിരിക്കും നമ്മൾ എന്തിനെ പറ്റി കാൽക്കുലേഷൻ നടത്തുന്നത്, ഇൻഫ്ലേഷനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 2012 ബേസിലുള്ള ഇൻഫ്ലേഷൻ ആയിരിക്കില്ല 2024. ഓക്കെ, ഒബ്വിയസ്ലി അവിടെ എക്സ്പെൻഡിച്ചർ, നമ്മളെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആവട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഗെയിനിങ് കപ്പാസിറ്റി ആവട്ടെ, അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ആയിരിക്കട്ടെ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, ഇതെല്ലാം സ്ട്രക്ചറൽ ചേഞ്ച് തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ടാവാനുള്ള ചാൻസ് നമുക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. പണ്ടത്തെ കേസ് പോലെ ഒരു 10 കൊല്ലം മുന്നേ ഒന്ന് ഗിഗ് എക്കോണമിയെ പറ്റി നമുക്ക് കാര്യമായിട്ടുള്ള ബോധമില്ല. പക്ഷെ ഇപ്പൊ ഗിഗ് എക്കോണമി പറഞ്ഞാൽ സർവ്വസാധാരണമാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ ഡെലിവറി ഗേൾസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ വളരെ ഫ്ലറിഷ് ആയിട്ടുള്ള ഒരു എക്കണോമി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റീസെന്റ് 23 ബില്യൺ ഗിഗ് എക്കോണമി പേഴ്സണൽസ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, ഈ സ്ട്രക്ചറൽ ചേഞ്ചിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ബേസ് ഇയർ ആണ് എന്ത് ചെയ്യണം, നമ്മുടെ CPI കാൽക്കുലേഷനിൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് CPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ CPI കാൽക്കുലേഷൻ ഇൻ സ്പെസിഫിക് പറഞ്ഞാൽ CPI കമ്പൈൻഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫൈൻ. ഇനി അടുത്ത് നോക്കണം ഡിജിറ്റൽ എക്കണോമി. നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്. UPI പറ്റിയൊക്കെ നമുക്ക് ഇപ്പോൾ അറിയാം. പക്ഷെ ഒരു 10-15 കൊല്ലം മുന്നേ UPI പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു. അടുത്തത് ആസ്പിറേഷൻ സ്പെൻഡിങ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് മൊബിലിറ്റി. ഒബ്വിയസ്ലി ആൾക്കാരുടെ സ്പെൻഡിങ് കൂടിയിട്ടുണ്ട്, എഡ്യൂക്കേഷൻ സ്പെൻഡിങ് കൂടിയിട്ടുണ്ട്. ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് കേരള നമ്മൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്, നാട് വിട്ടു പോകുന്നുണ്ട്. ഓക്കെ, പല യൂണിവേഴ്സിറ്റിയിലോട്ട് ചേരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് അത്രയും എംഫസിസ് കൊടുക്കുന്ന ഒരു തലമുറയിലോട്ടോ നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്പെൻഡിങ്, ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള സ്പെൻഡിങ്, ഇതിലെല്ലാം എന്ത് ചെയ്യും, കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റ ആയിരിക്കണം നമുക്ക് മോണിറ്ററി പോളിസി കമ്പയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നാഷണൽ പോളിസി കംപ്ലൈ ചെയ്യുമ്പോഴോ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടിയിരിക്കുന്നത്. അടുത്ത അർബനൈസേഷനുമായി ബന്ധപ്പെട്ട ഡാറ്റ പറഞ്ഞാൽ നിയർലി 50% of the cities, okay, of the places will be constituting as urban by 2030.
2030 ആകുമ്പോൾ നിയർലി 50% ടോട്ടൽ സിറ്റിസൺ മാറും, അർബൻ രീതിയിലോട്ട് നമ്മൾ മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ടോട്ടൽ 50%, ഓക്കെ, ടോട്ടൽ 50% എന്തായിട്ട് മാറും, അർബൻ ഏരിയാസ് ആയിട്ട് മാറും എന്നാണ് റീസെന്റ് ഡാറ്റ പറഞ്ഞത്. ഇപ്പോൾ നിയർലി 36% ആണ് കൺസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നത്, അത് നിയർലി എന്തിലോട്ട് മാറും, 50% മാറും എന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ ഈ അർബനൈസേഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി എന്ത് വരും, ആൾക്കാരുടെ സ്പെൻഡിങ് നേച്ചർ കൂടും. ഓക്കെ, റൂറലിനാണോ അർബനാണോ കൂടുതൽ സ്പെൻഡിങ് നേച്ചർ ഉണ്ടാവുക, ഒബ്വിയസ്ലി അർബൻ ആയിരിക്കും കൂടുതൽ സ്പെൻഡിങ് നേച്ചർ ഉണ്ടായിരിക്കുക. ഇതെല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ ആയിരിക്കണം എന്ത് നമ്മളെ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ. ബേസ് ഇയർ എഫക്ട് പറഞ്ഞ ഒരു ടെർമിനോളജി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ ബേസ് ഇയർ വരുന്ന ചേഞ്ച് നമ്മളെ കാൽക്കുലേഷനിൽ എത്രത്തോളം മാറ്റം വരുന്നുണ്ട്, ഇതിനാണ് ബേസ് ഇയർ എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് മാറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, ബേസ് ഇയർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, 2012 നിന്ന് മാറ്റി 2024 മാറ്റുന്നു. പിന്നെ വെൽഫെയർ ടാർഗറ്റിംഗ്, ഒബ്വിയസ്ലി ഗവൺമെന്റിന്റെ പോളിസീസിൽ ഫിസിക്കൽ പോളിസിയിലെല്ലാം ടാർഗറ്റിംഗ് ഉണ്ടായിരിക്കും. പോവർട്ടി, ഫോർ ഇൻസ്റ്റൻസ് പൂവറിന്റെ കണക്ക് നമ്മൾ എന്തിനു പുറത്തായിരിക്കണം, പഴയ കണക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വെൽഫെയർ ടാർഗറ്റിംഗ് പോലെ ആക്ടിവിറ്റീസിൽ ഇൻട്ര ഏരിയാസ് ഓഫ് ആൾക്കാർ എന്ത് ചെയ്യും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കമ്മിയുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ മീറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും എന്നുള്ള ഒരു കണക്ക് നമ്മൾ ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം ഫോർ ദി പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ ഓഫ് വെൽഫെയർ ടാർഗറ്റിംഗ്. ഓക്കെ, അടുത്തത് ഇംപ്ലിക്കേഷൻ ഓഫ് ഔട്ട്ഡേറ്റഡ് GPA. മോണിറ്ററി പോളിസി ഡിസിഷൻ മേ ബിക്കം ഡിസ്റ്റോർട്ടഡ്. ഒബ്വിയസ്ലി നേരത്തെ പറഞ്ഞ അതേപോലെ പരിപാടി തന്നെയാണ്. അതായത് മോണിറ്ററി പോളിസി പറഞ്ഞാൽ RBI കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് മോണിറ്ററി പോളിസി. ഇതിലെന്ത് ചെയ്യും, ഡിസ്റ്റോർട്ടർ ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത് റിയൽ ഇൻകം ആൻഡ് റിയൽ വേജ് കാൽക്കുലേഷൻ ബിക്കം അൺറിയലബിൾ. ഓക്കെ, ഒരു 10 വർഷം 15 വർഷം മുന്നേ ഉള്ള ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ സാലറി കാൽക്കുലേഷൻ ആയിരിക്കില്ല ഇപ്പോൾ. ഒബ്വിയസ്ലി അതിൽ നല്ല രീതിയിൽ ചേഞ്ച് വന്നിരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അവരുടെ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നടത്താൻ തന്നെ പണ്ടത്തെക്കാട്ടും കേപ്പബിലിറ്റി ഇപ്പോഴത്തെ ലൈക്ക് ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി എന്ത് വരും, നമ്മുടെ റിയൽ ഇൻകം റിയൽ വേജസ് കാൽക്കുലേഷൻ ആയിരിക്കും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരിക്കും, കാരണം ബേസ് ഇയർ മാറ്റി കഴിഞ്ഞാൽ. അടുത്തത് ഓവർ എസ്റ്റിമേഷൻ ഓഫ് ഫുഡ് ഇൻഫ്ലേഷൻ ഹേർട്ട് ക്രെഡിബിലിറ്റി ഓഫ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. ഫുഡ് ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒബ്വിയസ്ലി പണ്ടത്തെ കേസ് പോലെ ആയിരിക്കില്ല ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെ നമുക്ക് കേട്ടിരുന്നു. ഒബ്വിയസ്ലി ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് ബാസ്ക്കറ്റിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഹൈലി വോളറ്റൈൽ ആണ്. ഓക്കെ, ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ വെജിറ്റബിൾസ് ആവട്ടെ, പെരിഷബിൾ ഗുഡ്സ് പോലുള്ള വാല്യൂസ് എല്ലാം ഹൈലി വോളറ്റൈൽ ആണ്. ഈ വോളറ്റൈൽ കാറ്റഗറി വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ കാൽക്കുലേഷൻ എന്ത് വരുന്നുണ്ട്, കാര്യമായിട്ടുള്ള ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫുഡ് ഇൻഫ്ലേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യപ്പെടും. അടുത്ത അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് സിവിയർ ഇൻഫ്ലേഷൻ ഹൈഡ് മിഡിൽ ക്ലാസ് കോസ്റ്റ് പ്രഷർ. ഒബ്വിയസ്ലി മിഡിൽ ക്ലാസ് കോസ്റ്റ് പ്രഷർ എന്ത് ചെയ്യാം, ഇതൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കണം, പ്രിലിം പെർസ്പെക്റ്റീവ് നമുക്ക് അറിയേണ്ട സാധനമാണ് CPI മെഷേഴ്സ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. യൂസ് ഫോർ ടാർഗറ്റിംഗ് ഫോർ പ്ലസ്. നമുക്ക് മോണിറ്ററി പോളിസി കമ്മീഷൻ എന്നൊരു കമ്മീഷൻ ഉണ്ട്. ഈ കമ്മീഷൻ ടാർഗറ്റിംഗ് പ്രകാരം ഇൻഫ്ലേഷൻ എന്തായിരിക്കും, 4+or-2% ആയിരിക്കണം. ഓക്കെ, റിസർവ് ബാങ്കിന്റെ ഫ്രെയിംവർക്ക് ആണ് ഓഫ് ഇന്ത്യ ആണ്. ഇതിൽ ഒബ്വിയസ്ലി ഗവൺമെന്റിന്റെ 3 ആൾക്കാരും ബാക്കി വരുന്ന 3 ആൾക്കാർ റിസർവ് ബാങ്കിന്റെ ആൾക്കാരായിരിക്കും. ഇതിന്റെ ചെയർമാൻ ആരായിരിക്കും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരിക്കും. അടുത്തത് ബേസ് ഓൺ ഹൗസ് ഹോൾഡ് കൺസംപ്ഷൻ ബാസ്ക്കറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് ബൈസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, CPI മെഷർ ചെയ്യുന്നത്. ഇൻക്ലൂഡഡ് ഗൂഡ്സ് ആൻഡ് സർവീസും ഇംപ്ലിമെന്റ് ചെയ്യും. സ്ഥിരമായിട്ട് ന്യൂസ് പേപ്പറിൽ വരുന്നതാണ്. പ്രിലിം പെർസ്പെക്റ്റീവ് ഉള്ള ക്വസ്റ്റൻ ആയിട്ട് വീണ്ടും പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് വെയിറ്റേജ് ഓഫ് ദി ഫുഡ് ആൻഡ് ബീവറേജ് റെഡ്യൂസ് ടു 36% ഫ്രം ദി പ്രീവിയസ് 45%. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. കാരണം ഫുഡ് ആൻഡ് ബീവറേജിന് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്, ഇറ്റ്സ് ഹൈലി വോളറ്റൈൽ നേച്ചറാണ് ഈ ഫുഡ് ആൻഡ് ബീവറേജ് പറഞ്ഞാൽ. അതിന്റെ വെയിറ്റേജ് എന്ത് ചെയ്തിട്ടുണ്ട്, 36% നിന്നും 45%. പണ്ട് 45% ആയിരുന്നു പണ്ട്, അത് എന്തിലോട്ട് മാറിയിട്ടുണ്ട്, 36% മാറി റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം അതിന്റെ വോളറ്റൈൽ നേച്ചർ ആണ്. ഇൻഫ്ലേഷൻ കാൽക്കുലേഷൻ എന്ത് ചെയ്യരുത്, ബാധിക്കരുത്. ഇനി അടുത്തത് ലേബർ കോഡ് ഡിഫൈൻ വേജസ്. മൂന്നാമത്തെ ക്വസ്റ്റൻ ആണ് എംപവറിംഗ് ദ വർക്കേഴ്സ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾ ആണ്. നമ്മൾ 2019 കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ലേബർ ലോസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആർട്ടിക്കിൾ ആണ് ഇത്. ലേബർ റിഫോംസ് മെർജസ് 25 ലേബർ ലോസ് ഇൻറ്റു 4 ലേബർ കോഡ്. റീസെന്റ് 2019 29ഓളം വരുന്ന ലേബർ ലോസിന് എന്ത് ചെയ്തിട്ടുണ്ട്, 4 കോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടി കോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ത് ചെയ്യും, വർദ്ധിക്കും. കാരണം എന്താണ്, കോഡിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിയമങ്ങളെല്ലാം വിൻ വിൻ സിറ്റുവേഷനിലായിരിക്കും. വർക്കേഴ്സിനാവട്ടെ അതുപോലെ തന്നെ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും. ഇൻട്രോഡ്യൂസിംഗ് യൂണിഫോം ഡെഫിനേഷൻ ഓഫ് വേജസിനെ പറ്റി കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരില്ല, നമുക്ക് ഡൗട്ട് വരില്ല. പ്രോപ്പർ ആയിട്ടുള്ള ലിറ്റിഗേഷൻ പ്രോസസ്സിനൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നം വരില്ല. കാരണം എന്താണ്, വേജിനെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിനേഷൻ ഇല്ലായ്മ ലിറ്റിഗേഷൻ കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എഫക്റ്റിംഗ് PF, ഗ്രാറ്റുവിറ്റി ആൻഡ് ബോണസ് പോലെ സാധനങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തത് ബേസിക് വേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 50% ഓഫ് ദ ടോട്ടൽ പേ മാൻഡേറ്ററി. നിർബന്ധമായിട്ടും വേജ് എന്തായിരിക്കണം, 50% ടോട്ടൽ പേ
നിർബന്ധമായി കൊടുക്കാൻ ടോട്ടൽ പേയ്മെന്റിന്റെ 50% കടം കൂടുതലായിരിക്കണം വേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ന് കൃത്യമായിട്ട് അനുശാസിക്കുന്നുണ്ട്. അടുത്തത് എക്സ്പാൻഡിങ് സോഷ്യൽ സെക്യൂരിറ്റി ടു ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമാണ്. അതായത് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഫോർമൽ വർക്കേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇൻഫോർമൽ വർക്കേഴ്സ് ആയിരിക്കും ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എയിം ടു ബാലൻസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്ലസ് വർക്കർ പ്രൊട്ടക്ഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും അത് മാത്രമല്ല വർക്കർ പ്രൊട്ടക്ഷൻ കൂടി എന്ത് ചെയ്യണം? ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു ലേബർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. 2019 കോൺസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് സംഭവം നടന്നിരിക്കുന്നത്? റെക്കഗ്നൈസ് മൈഗ്രന്റ് വർക്കേഴ്സ് ഇൻ ഫോർമൽ ഫ്രെയിം വർക്ക്. ഓക്കെ, മൈഗ്രന്റ് വർക്കേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോർമൽ ഫ്രെയിം വർക്കിലോട്ട് ഇവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്രൊമോട്ട് ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെന്റ് ലീഗലി. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഫിക്സ്ഡ് ടേം എംപ്ലോയ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ലീഗലി ആക്കി മാറ്റിയിട്ടുണ്ട്. ഡിജിറ്റൽ കംപ്ലൈൻസ് റെഡ്യൂസസ് ഇൻസ്പെക്ടറേറ്റ്. ഒബ്വിയസ്ലി ഡിജിറ്റൈസേഷൻ പോലുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇൻസ്പെക്ടറേറ്റ് സിസ്റ്റം എന്ത് ചെയ്യാം? നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് വൈഡൻ ബിയോണ്ട് ഓർഗനൈസേഷൻ സെക്ടേഴ്സ്. ഓക്കെ, സോഷ്യൽ സെക്യൂരിറ്റി സെക്ടേഴ്സ് പണ്ട് കുറച്ചുകൂടി ഫോർമൽ സെക്ടേഴ്സിനാണ് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഇൻഫോർമൽ സെക്ടേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇൻഫോർമൽ സെക്ടേഴ്സിനും അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അടുത്തത് ഫോർമലൈസേഷൻ ഓഫ് ലേബർ മാർക്കറ്റ് എക്സെപ്റ്റ് ടു ഇൻക്രീസ് ദ ടാക്സ് ബേസ്. ഒബ്വിയസ്ലി നമ്മുടെ ടാക്സ് ബേസ് വർദ്ധിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം എന്താണ്? ഇൻഫോർമൽ സെക്ടേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കേറ്റർ ചെയ്യുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ് ഈസ്റ്റേൺ പോർട്ടൽ മറ്റൊരു പോർട്ടൽ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഈസ്റ്റേൺ പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമൽ സെക്ടേഴ്സിനെ ഫോർമൽ സെക്ടേഴ്സ് ആയിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു പോർട്ടലാണ് ഈശ്വരം പോർട്ടൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇവിടെ ആദ്യമായിട്ട് ഗിഗ് വർക്കേഴ്സ് പോലുള്ള ഗിഗ് വർക്കേഴ്സ് ഇൻഫോർമൽ സെക്ടേഴ്സിലായിരുന്നു കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ഇനി ഭാവിയിലോട്ട് ഇവർക്കുള്ള സോഷ്യൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എല്ലാം ഗവൺമെന്റ് കൂട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം 23 ബില്യൺ 23 സംതിങ് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗിഗ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഇനിഷ്യേറ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. വി ഷുഡ് ബി എയിം ടു ബാലൻസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്ലസ് വർക്കർ പ്രൊട്ടക്ഷൻ. ഒബ്വിയസ്ലി ഒരു നല്ലൊരു പോളിസി എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടീസിനും എന്ത് ചെയ്യണം? ഈക്വലി വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കണം. അതായത് ഇവിടെ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കറക്റ്റ് ലാഭമായിരിക്കാനുള്ള ശ്രമങ്ങളും എന്ത് ചെയ്യണം? കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് ഡിസിസീവ് മാൻഡേറ്റ്. ഓക്കെ, ഡിസി മാൻഡേറ്റ് ഇത് എന്തിനെ പറ്റി സംസാരിക്കുന്നു പറഞ്ഞാൽ ബംഗ്ലാദേശ്. ഓക്കെ, റീസെന്റ് ബംഗ്ലാദേശിൽ ഒരു പാർട്ടി ഫോർമേഷൻ നടന്നിരുന്നു. അത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വിൻ ലാൻഡ് സ്ലൈഡ് ടു ഫോം എ ഗവൺമെന്റ് ഇൻ ബംഗ്ലാദേശ്. റീസെന്റ് ഇലക്ഷൻ നടന്നതിൽ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അത്ര നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തത് താരിഖ് റഹ്മാൻ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് എക്സൈലിന് ശേഷം താരിഖ് റഹ്മാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറിയിരിക്കുന്നത്. ഖലേദ സിയ ഫോർമർ PM ആൻഡ് മദർ ഓഫ് തരീഖ് സലാം. ഓക്കെ, ഷെയ്ഖ് ഹസീന റീം ഫ്രം പവർ. നമുക്കറിയുന്നതാണ് 2026 2024 കളർ ലെജിസ്ലേഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഷെയ്ഖ് ഹസീന എന്ത് ചെയ്യുന്നുണ്ട്? റീപ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ദേ ആർ റിമൂവ് ഫ്രം 2024. അതിനുശേഷമുള്ള ഇലക്ഷൻ നടന്നതിലാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഇമ്പോർട്ടാണ് BNP എന്നൊരു പാർട്ടി എന്ത് ചെയ്തത്? ഫോമിലോട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്ന ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. അടുത്ത് ഇന്ററിം ഗവൺമെന്റ് ഏർലി ലെഡ് ബൈ മുഹമ്മദ് യൂനസ് ഒരു കോൺട്രവേഴ്ഷ്യൽ പേഴ്സൺ ആയിരുന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള റിലേഷൻ ഡിപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ലീഡർ ആയിരുന്നു മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂപ്പര പല പോളിസീസ് അങ്ങനത്തെ നേച്ചറുള്ള ഒരു കാറ്റഗറി ആയിരുന്നു. ഇതെല്ലാം പുതിയ ഇലക്ഷൻ ഇന്ററിം ഗവൺമെന്റ് ആയിരുന്നു മൂപ്പരാൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. റീസെന്റ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇലക്ഷൻ വഴി ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് എമർജ് സ്ട്രോങ് ഓപ്പോസിഷൻ ഫോഴ്സ് ഇൻ ദ പാർലമെന്റ്. ഇവരായിരുന്നു എന്ത്? ഓപ്പോസിഷൻ ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് ഈ കോണ്ടെക്സ്റ്റിൽ ഈ ന്യൂസ് ആർട്ടിക്കിളിൽ ഇത് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ പൊളിറ്റിക്സ് ആണ്. നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇതിന് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റിലേഷൻ എത്രത്തോളം ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള അനലൈസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് നോക്കണം. ബംഗ്ലാദേശ് The political change in Dhaka affect Thai cooperation varied under the Sheikh Hasina and Tariq Rahman. Obviously, Sheikh Hasina എന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള കോഡിലായിട്ടുള്ള റിലേഷൻ ആയിരുന്നു ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ റീസെന്റ് നടന്ന ഇലക്ഷനിൽ ഇനി എങ്ങോട്ടായിരിക്കും ഇതിന്റെ മൂവ്മെന്റ് എന്നത് നമ്മൾ ഭയങ്കര കൺസേൺ ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. കാരണം എന്താണ്? വി ഹാവ് ബീൻ അപ്ഹോൾഡിങ് എ നൈബർഹുഡ് ഫസ്റ്റ് പോളിസി. ഓക്കെ, ഒബ്വിയസ്ലി നമ്മൾ വളരെ അടുത്തുള്ള നൈബർഹുഡ്, ഓക്കെ, ലാർജ് ആയിട്ടുള്ള നമ്മൾ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്നും ഫോറിൻ പോളിസി ഏറ്റവും അപ്ഹോൾഡ് ചെയ്യുന്ന സംഭവമാണ് നൈബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ബംഗ്ലാദേശിന് കാര്യമായിട്ടുള്ള റോൾ ഉണ്ട്. ഓക്കെ, ടു മെയിൻറ്റെയിൻ റീജിയണൽ ഇൻഫ്ലുവൻസ് ഇൻ ദ ബംഗ്ലാദേശ്. ഒബ്വിയസ്ലി നമ്മുടെ ഇൻഫ്ലുവൻസ് എന്തായിരിക്കും? റീജിയണൽ സ്റ്റെബിലിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ബംഗ്ലാദേശിന്റെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കോഡിലായിട്ടുള്ള ഗവൺമെന്റ് ഇന്ത്യൻ ഇന്റർനാഷണൽ റിലേഷന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വി ഷുഡ് ബി ഹാവിംഗ് കൗണ്ടർ ടെറർ കോപ്പറേഷൻ ഹെൽപ്പ് ലൈൻ ഫോർ നോർത്ത് ഈസ്റ്റേൺ ഇൻസർജൻസി. ഒബ്വിയസ്ലി നോർത്ത് ഈസ്റ്റേൺ ഇൻസർജൻസിയിലോട്ടുള്ള നമ്മുടെ ചിക്കൻ കോറിഡോർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. ഓക്കെ, ചിക്കൻ കോറിഡോർ എന്ന് പറഞ്ഞാൽ സിലിഗുരി കോറിഡോർ. ഓക്കെ, ചിക്കൻ കോറിഡോർ എന്ന് പറഞ്ഞ
കോറിഡോർ എല്ലാം ബംഗ്ലാദേശിന് വളരെ അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, പല നോർത്ത് ഈസ്റ്റ് ഇൻസർജന്റ് ആയിട്ടുള്ള ആൾക്കാരും എക്സൈൽ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട കോഡ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോർത്ത് ഈസ്റ്റേൺ ഇൻസർജൻസി ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കർബ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കോർഡിനേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ നിൽക്കുന്ന ഒരു ചെറിയതായിട്ട് ഡിപ്ലീറ്റർ സ്റ്റേറ്റിലോട്ട് ഷെയ്ഖ് ഹസീന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് മാറ്റണം. അതായത് ഇൻ ഫേവർ ഓഫ് നല്ലൊരു റിലേഷൻ ക്രീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അടുത്തത് ബോർഡർ മാനേജ്മെന്റ് ഇംപ്രൂവ് വയ ഫെൻസിംഗ് ആൻഡ് കോർഡിനേഷൻ പെട്രോൾ ബട്ട് ഇല്ലീഗൽ മൈഗ്രേഷൻ റിമെയിൻ പൊളിറ്റിക്കലി സെൻസിറ്റീവ്. ഒബിയസ്ലി ഇല്ലീഗൽ മൈഗ്രൻസ് ഒരുപാട് ബംഗ്ലാദേശിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ ഇതിനെ കോർഡിനേറ്റിംഗിൽ ഒബ്വിയസ്ലി ഒരു എന്താ പറയുക മ്യൂച്വലി കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രോപ്പറായിട്ട് ഇൻ റിയൽ സെൻസ് എന്ത് ചെയ്യാൻ പറ്റൂ? ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ഒബ്വിയസ്ലി വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് ലൈക്ക് ടീസ്റ്റാ റിവർ ഷെയറിംഗ്. ഓക്കെ, ടീസ്റ്റാ റിവറുമായി ബന്ധപ്പെട്ടുള്ള ഷെയറിംഗ്. ഓക്കെ, സിക്കിമിൽ നിന്ന് വരുന്ന ടീസ്റ്റാ റിവറൊക്കെ പ്രോപ്പറായിട്ട് വാട്ടർ ഷെയറിംഗ് ട്രീറ്റിയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ റിലേഷൻ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രോപ്പറായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലോട്ട് നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഫറാക്ക ബാരേജ്. ഓക്കെ, ഫറാക്ക ബാരേജിന്റെ ഇതേപോലെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഒബ്വിയസ്ലി ഫറാക്ക ബാരേജുമായി ബന്ധപ്പെട്ടുള്ള വാട്ടർ ഡൈവേഷൻ. ഓക്കെ, ഹുഗ്ലി ലിവറിലോട്ടുള്ള വാട്ടർ ഡൈവേഷൻ നമ്മളെ കൊൽക്കത്ത പോർട്ട് സസ്റ്റെയിൻ ചെയ്യാനും അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള നമുക്ക് വാട്ടർ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ബംഗ്ലാദേശിന്റെ കോൺടെക്സ്റ്റിൽ അവർക്കും ഇതേപോലെ വെള്ളമില്ലാത്ത സമയത്ത് ഈ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫറാക്ക ബാരേജ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇൻ ടേബിൾ ചർച്ചകളും വാട്ടർ ഡീലിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല ഒബ്വിയസ്ലി നമ്മുടെ സെക്യൂരിറ്റി കൺസേൺ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് കൺസേൺ ആവണം. ഇതെല്ലാം ബംഗ്ലാദേശ് നമ്മുടെ ആസ് എ നൈബറിംഗ് കൺട്രി നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആക്കി മാറ്റുന്ന ഒരു രാജ്യമായി മാറുന്നു. ഒബ്വിയസ്ലി ലാർജസ്റ്റ് ലാൻഡ് ഷെയറിംഗ് ആയിട്ടുള്ള കൺട്രി ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ലാൻഡ് ഷെയർ ചെയ്യുന്ന ആരെയാണ്? അതിന് പുറമെ നമുക്ക് ബിംസ്റ്റെക് പോലുള്ള അല്ലെങ്കിൽ സാർക്ക് പോലുള്ള ഓർഗനൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടായിട്ട് മാറുന്നുണ്ട്. അടുത്തത് ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ സംസാരിക്കുന്നുണ്ട്. ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ചാലഞ്ച്. ഒബ്വിയസ്ലി ചൈനയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചൈന ഫാക്ടേഴ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചൈന എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ റീജിയൽ പാർട്ട്നേഴ്സ് റീജിയൽ കൺട്രീസ് ആയിട്ട് കൂടുതലായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ നേഷനാണ് ബംഗ്ലാദേശ്. ഓക്കെ, ചൈനയും ഇന്ത്യയുമായി ബന്ധപ്പെട്ട് BRI എന്ത് ചെയ്യുന്നുണ്ട്? ബംഗ്ലാദേശ് BRIന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആണ് BRI എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ സോവറിനിറ്റിനെ കേർട്ടൽ ചെയ്യുന്ന ഒരു ഇവന്റ് BRIയിൽ ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു BRI ഇനിഷ്യേറ്റീവിൽ ആര് ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്? ബംഗ്ലാദേശ് ഭാഗമായിട്ടുണ്ട്. അടുത്തത് ബംഗ്ലാദേശ് യൂസസ് ആസ് ബാലൻസിംഗ് ഡിപ്ലോമസി ബിറ്റ്വീൻ ഇന്ത്യ, US ആൻഡ് പാകിസ്ഥാൻ. ഒബ്വിയസ്ലി ബംഗ്ലാദേശിന്റെ പെർസ്പെക്റ്റീവ് എടുക്കുമ്പോൾ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ കേറ്റർ ചെയ്യാൻ നോക്കുന്നത്. അവർ കൂടുതലും ചൈന, പാകിസ്ഥാൻ അല്ലെങ്കിൽ US പോലുള്ള രാജ്യങ്ങളോട്ട് കൂടുതലായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? കാറ്റർ ചെയ്യാനായിരിക്കും കൂടുതൽ ശ്രമിക്കുന്നത്. അടുത്തത് ഏറ്റവും അവസാനത്തെ ന്യൂസ് ആർട്ടിക്കിൾ ആണ് BBG Ram G. ഓക്കെ, വെൻ എ പോളിസി ഷിഫ്റ്റ് വിത്ത് റൂറൽ റിയാലിറ്റി. ഒബ്വിയസ്ലി BBG റാമിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. BBG റാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മൺറേഗ ഇനീഷ്യേറ്റീവ് പോലെയാണ്. അതായത് റൂറൽ ആൾക്കാർക്ക് കൂടുതലായിട്ടും എംപ്ലോയ്മെന്റ് ജനറേഷൻ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BBG റാം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റീപ്ലേസിംഗ് ആൾറെഡി മൺറേഗനെ റീപ്ലേസ് ചെയ്തിട്ടാണ് BBG റാം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, BBG റാമിന്റെ ഫുൾ ഫോം എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബില്ലാണ് 2025 BBG റാം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഫോക്കസ് ഷിഫ്റ്റ് ഫ്രം ഡിമാൻഡ് ഡ്രിവൺ എംപ്ലോയ്മെന്റ് ടു ടാർഗറ്റ് അസറ്റ് ക്രിയേഷൻ. അതായത് ആർട്ടിക്കിൾ 42. ഓക്കെ, ആർട്ടിക്കിൾ 42 പ്രകാരമുള്ള റൈറ്റ് ടു വർക്ക് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അതായത് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, വർക്ക് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ അവർക്ക് അവരുടേതായ ഡിമാൻഡുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റാം? ഡിസയർസ് എല്ലാം മീറ്റ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഡിമാൻഡ് ഡ്രിവൺ എംപ്ലോയ്മെന്റ് ആയിരുന്നു കൂടുതൽ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മാറ്റി നമ്മൾ എന്ത് ചെയ്തു? ടാർഗറ്റ് അസറ്റ് ക്രിയേഷനിലോട്ട് മാറി. അതായത് നമുക്ക് കൂടുതൽ അസറ്റ് ക്രിയേഷനിലോട്ട് എന്ത് ചെയ്യണം? ഇങ്ങനത്തുള്ള വർക്ക് ഫോഴ്സിനെ കേറ്റർ ചെയ്യണം, ചാനൽ ചെയ്യണം. ഗ്രേറ്റർ എംഫസിസ് ഓൺ അഗ്രികൾച്ചർ ലിങ്ക് വർക്ക്. ഓക്കെ, അഗ്രികൾച്ചർ ലിങ്ക് വർക്കിലോട്ടാണ് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? എംഫസിസ് കൊടുക്കുന്നത്. ഓക്കെ, വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ ലാൻഡ് ഡെവലപ്മെന്റ് പോലുള്ള ഇനിഷ്യേറ്റീവ്സിന് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ എംഫസിസ് കൊടുക്കുന്നുണ്ട്. ഇൻട്രോഡ്യൂസിംഗ് ഓഫ് സ്കിൽ ലിങ്ക്ഡ് റൂറൽ എംപ്ലോയ്മെന്റ് കമ്പോണന്റ്. ഒബ്വിയസ്ലി നേരത്തെ മൺറേഗ സ്കീമിൽ എന്ത് ചെയ്യുന്നില്ല? അൺസ്കിൽ വർക്ക് ആയിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത് എന്തിനാണ്? സ്കിൽ ലിങ്ക്ഡ് റൂറൽ എംപ്ലോയ്മെന്റ് കൂടുതൽ എംഫസിസ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്കിൽ ജനറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിയർലി 56% ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ആണ് സ്കിൽ വർക്ക് ഫോഴ്സ് എന്ന് സ്കിൽ ഇന്ത്യ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്കിൽ ജനറേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതലായിട്ട് ഇന്റൻസീവ് ആയിട്ട് സ്കിൽ എംബഡഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റേ ഇൻഡസ്ട്രീസിന് കേറ്റർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുന്നാണ് സ്കിൽ ജനറേഷൻ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ലോക്കൽ ലെവലിൽ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കിൽ ജനറേഷന് എംഫസിസ് കൊടുക്കാൻ സാധിക്കും. ഇനി അടുത്ത ശ്രദ്ധിക്കണം,
ബിൽ റേസസ് എ ഗ്യാരണ്ടീഡ് വേജ് എംപ്ലോയ്മെന്റ് ഫ്രം 100 to 125 ഡേയ്സ്. ഓക്കെ, നേരത്തെ 100 ഡേയ്സ് ആയിരുന്നു ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇപ്പോൾ എത്രയാണ് 125 ഡേയ്സ് ആണ് എന്ത് ചെയ്യുന്നത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി പണ്ടത്തെ കാലം 125 ദിവസം എന്ത് ചെയ്യും എക്സ്ട്രാ ആയിട്ടുള്ള വർക്കിംഗ് ഡേയ്സ് ആർക്ക് കിട്ടും, വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യപ്പെടും. പിന്നെ ഹയർ ഫിനാൻഷ്യൽ ബർഡൻ ടു സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്താണ്, ഇത് ഒരു ഫിനാൻഷ്യൽ ബർഡൻ ആണ്. കാരണം 100 ഡേയ്സ് ഉള്ളത് 125 ഡേയ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ 60:40 എന്നുള്ളത് 90:40. കാരണം ഇതെന്താണ്, ഒരു സെൻട്രൽ സ്പോൺസർ സ്കീമാണ്. സെൻട്രൽ സ്പോൺസർ സ്കീം ആകുമ്പോൾ ഒബ്വിയസ്ലി ഇതിന്റെ മൊത്തം ബർഡന്റെ 40% ആര് ബെയർ ചെയ്യണം, സ്റ്റേറ്റ് ബെയർ ചെയ്യണം. സ്റ്റേറ്റ് ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, അത് ബെയർ ചെയ്യണം. ഈ എക്സ്ട്രാ വരുന്ന 25 ഡേയ്സിന്റെ ബർഡനും ആര് ബെയർ ചെയ്യണം, സ്റ്റേറ്റ് ബെയർ ചെയ്യണം. അടുത്തത് ശ്രദ്ധിക്കണം, ടൈംലി വേജ് പേയ്മെന്റ്. ഓക്കെ, 15 ഡേയ്സ് പേയ്മെന്റ് എക്സ്ട്രാ കൊടുക്കണം. അതായത് ഫോർ ഇൻസ്റ്റൻസ് 15 ഡേയ്സ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഗവൺമെന്റിന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വർക്ക് തരണം എന്ന് ഗവൺമെന്റ് പറയുമ്പോൾ 15 ഡേയ്സിന് ഉള്ളിൽ തന്നില്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം, നമുക്ക് അവർക്ക് എന്ത് ചെയ്യണം, ഫീയോ അല്ലെങ്കിൽ കൺസെഷനോ അല്ലെങ്കിൽ ഇൻസെന്റീവ്സോ ആര് പ്രൊവൈഡ് ചെയ്യണം, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. ആ 15 ഡേയ്സിനുള്ളിൽ ഗവൺമെന്റിന് ആ ജോലി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് എന്താണ്, സ്കിൽ ജനറേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. കൂടുതലും സ്ട്രക്ചറൽ ഫോർമേഷൻ, ഓക്കെ, സ്ട്രക്ചേഴ്സ്, ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ ആണ് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നതാണ് നമ്മൾ ഈ ന്യൂസ് ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി മൺറേഗയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള കുറെ ചേഞ്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ BBG റാം സ്കീമിന് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഡേയ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സ്റ്റേറ്റിന്റെ ബേർഡൻ കൂടിയിട്ടുണ്ട്. ഒരു നെഗറ്റീവ് സെൻസിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റിന്റെ ബേർഡൻ കൂടിയിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കൽ 42 പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ, അത് മാത്രമല്ല ആർട്ടിക്കൽ 21 പ്രോപ്പർ റൈറ്റ് ടു ലൈഫ്, ഓക്കെ, എന്നുള്ള പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ എന്ത് ചെയ്യും, ഒരു ഇൻഡയറക്റ്റ് ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ BBG റാം സ്കീമിൽ കാണാൻ സാധിക്കും. ഓക്കെ.